സമയം നിങ്ങൾ ഭയപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിലുണ്ടോ? അത് വീണ്ടും സംഭവിച്ചാൽ ഇനി എന്തു ചെയ്യും, എങ്ങനെ നേരിടും എന്നാലോചിച്ച് പേടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം? എന്നാൽ ഞാൻ പറയട്ടെ, ആ ഭയമാണ് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നത്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ പരിമിതമായ വിശ്വാസങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാൻ, നമ്മുടെ ആത്മാവിനെ ഉണർത്താൻ ജീവിതം തരുന്ന അത്ഭുതകരമായ അവസരമാണത്. ഒരു കാലത്ത് ഞാൻ ഏറെ ഭയപ്പെട്ടിരുന്ന പല ജീവിത അവസരങ്ങളിലൂടെ കടന്നു വന്നപ്പോഴാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ സാധിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഭയമാണ് ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അവസരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്കുണ്ടായൊരു അനുഭവം പറയട്ടെ. ഓരോ ദിവസവും ഞാൻ ഏറെ ആസ്വദിക്കുന്നതും ഒരിക്കലും മടുക്കാത്തതുമായ ഒരു ശീലമാണ് രാവിലെയും വൈകിട്ടും പപ്പുവിൻ്റെ കൂടെയുള്ള സ്കൂട്ടർ യാത്ര. എന്നാൽ തണുത്ത കാലാവസ്ഥയിലേക്കുള്ള മാറ്റം കാരണം എൻ്റെ സ്കൂട്ടർ പലപ്പോഴും കിക്ക് സ്റ്റാർട്ട് ചെയ്താലേ ഓൺ ആവുമായിരുന്നുള്ളൂ. എനിക്കോ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയുകയുമില്ലായിരുന്നു. പലപ്പോഴും ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു കാര്യമായിരുന്നു അതായിരുന്നു ശരി. ഓരോ ദിവസം സ്കൂട്ടർ എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷേ പലപ്പോഴും യാത്രാമധ്യേ വണ്ടി ഓഫായി പോയാലും ആരെങ്കിലും സഹായത്തിന് ഉണ്ടാവുമായിരുന്നു. എന്നാൽ ഒരിക്കൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരം എപ്പോഴും ഭയപ്പെടുന്നത് പോലെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരുമില്ല. ഞാനും പപ്പുവും മാത്രമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തിരുന്നു. ആരെങ്കിലും അതുവഴി വന്നാൽ ഒരു സഹായം ചോദിക്കാമായിരുന്നു. സമയം കുറേ കഴിഞ്ഞു. ആരും അതുവഴി വന്നില്ല. നേരം ഇരുട്ടുന്നു. വണ്ടി അവിടെ വെച്ച് പോവാനും മനസ്സ് വന്നില്ല. ഈ സമയം ഞാൻ വണ്ടി എനിക്കാവുന്നതുപോലെ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്കാവുന്നത്ര ശ്രമിച്ചിട്ടും സ്കൂട്ടർ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ കുറച്ചു നേരം കൂടെ നിന്നു. പരിചയമില്ലാത്ത സ്ഥലത്ത് എൻ്റെ സ്കൂട്ടർ വെച്ച് വരാൻ മനസ്സുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടവളെ പോലെ സ്കൂട്ടർ അവിടെ തന്നെ വെച്ച് പപ്പുവിനെയും കൂട്ടി ഞാൻ നടന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു അശരീരി, നിനക്കൊരുപാട് യാത്ര ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഈ ഭയത്തിൽ അടിമപ്പെടരുത്. ഇത് നിന്നേക്കാൾ ശക്തനല്ല. അതെനിക്ക് വീണ്ടും ശ്രമിച്ചു നോക്കാനുള്ള അതിശയകരമായ ഒരു ശക്തി തന്നു. ഞാൻ തിരിഞ്ഞു നടന്നു. ഇത് എൻ്റെ സ്കൂട്ടറാണ്. എന്നെ എല്ലായിടത്തും സംരക്ഷിച്ചു കൊണ്ടുപോയ എൻ്റെ കൂട്ടുകാരൻ. ഈ ഒരു മനോഭാവത്തോടു കൂടി ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ സ്കൂട്ടർ സെൻറ്റർ സ്റ്റാൻഡ് ഇടാൻ ശ്രമിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വളരെ നിസ്സാരമായി എനിക്കത് സാധിച്ചു. ഈ വണ്ടിക്ക് ഇത്ര ഭാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിത്ര നിസ്സാരമായിരുന്നോ? ഇതിനെയാണോ ഞാൻ ഭയപ്പെട്ടത്? ഇതാണോ എനിക്ക് സാധിക്കാതിരുന്നത്? അത്ഭുതം! ഞാൻ ആദ്യമായി കിക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ അതിരില്ലാത്ത ആത്മവിശ്വാസവും സന്തോഷവും അലയടിച്ചു. പിന്നീടുള്ള ഓരോ ദിവസവും ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
എങ്കിൽ എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി എൻ്റെ വണ്ടി വീണ്ടും കിക്ക് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ എന്നെ നിരാശപ്പെടുത്തി എൻ്റെ വണ്ടി അതിനുശേഷം ഒരിക്കലും എനിക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായി, ആ ഭയത്തെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വലുതും ചെറുതുമായ എല്ലാ ഭയങ്ങളും ഇങ്ങനെയാണ്. നമ്മളത് ധൈര്യപൂർവ്വം നേരിടുന്ന സമയത്ത് ഒന്നുകിൽ ആ ഭയം എന്നേക്കുമായി ഇല്ലാതാകും, അല്ലെങ്കിൽ നമ്മളതിൽ വിദഗ്ധരാകും. ജീവിതം നിങ്ങളുടെ ഒരു ഭയത്തിന് മുൻപിൽ യാതൊരു സഹായവും തരാതെ നിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തനിയെ നേരിടാൻ വേണ്ടിയിട്ടാണ്. ജീവിതം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അവസരം നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്താൻ.